സംസ്ഥാനത്തെ സ്കൂളുകളിൽ പുതുക്കിയ ഭക്ഷണ മെനു ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. കുട്ടികൾക്ക് ശരിയായ പോഷകങ്ങൾ ലഭിക്കാൻ പുതിയ മെനു സഹായിക്കും. 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് പുതുക്കിയ മെനു പ്രകാരമുള്ള ഭക്ഷണം ലഭ്യമാവുക. പഴയ സ്കൂൾ കാലഘട്ടത്തിലെ ഓർമ്മകൾ അവ മായാതെ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഉച്ചക്കഞ്ഞിക്ക് ബെല്ലടിച്ചാൽ ഓടിയെത്തുന്ന ചോറും പയറും വാങ്ങി സ്കൂൾ ഇടനാഴികളിൽ ഇരുന്ന് കഴിക്കുന്ന മനോഹരമായ ഓർമ്മകൾ ഇനി പഴങ്കഥയാകും. ഇന്നു മുതൽ കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്ക് ഇനി എഗ് റൈസ് മുതൽ വെജിറ്റബിൾ ബിരിയാണി വരെ ഉച്ചഭക്ഷണമായി ലഭിക്കും. ചോറും പയറുകറിയും മാത്രമല്ല, ഓരോ ദിവസവും ഭക്ഷണ മെനു മാറും. കുട്ടികൾക്കായി അവരുടെ ആരോഗ്യവും ഇഷ്ടങ്ങളും കണക്കിലെടുത്ത് വിദഗ്ധ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പുതിയ ഭക്ഷണ മെനു സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളത്. ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, വെജിറ്റബിൾ ബിരിയാണി, ടൊമാറ്റോ റൈസ്, കോക്കനട്ട് റൈസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ലഭ്യമാക്കണമെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം. ഇവയോടൊപ്പം കൂട്ടുകറിയോ കുറുമക്കറിയോ നൽകണമെന്നും നിർദ്ദേശമുണ്ട്. പുതിന, ഇഞ്ചി, നെല്ലിക്ക, പച്ചമാങ്ങ എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ചമ്മന്തിയും ഇതിൽ ഉൾപ്പെടും. ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്ത് ആഴ്ചയിൽ റാഗി ഉപയോഗിച്ച് റാഗി ബോൾസ്, ശർക്കരയും തേങ്ങയും ചേർത്ത റാഗി കൊഴുക്കട്ട, ഇലയട, അവിൽ കുതിർത്തത്, ക്യാരറ്റ് പായസം, റാഗിയോ മറ്റ് മില്ലറ്റുകളോ ഉപയോഗിച്ചുള്ള പായസം എന്നിവയും മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.